എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടന്ന CM കിഡ്സ് സ്കോളർഷിപ്പ് LP പരീക്ഷയുടെ പേപ്പർ 2ൻ്റെ ഉത്തരങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സബ് ജില്ലാ കലോത്സവത്തിൽ പദ്യം ചൊല്ലൽ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ മരിയയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കത്താണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ആ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു നേട്ടം. അതിനെ പറ്റിയൊക്കെ നമ്മൾ ഈ കത്തിൽ ഉൾപ്പെടുത്തണം. കൂട്ടത്തിൽ നബീസ ടീച്ചറുടെ സഹായവും അതിൽ ഉൾപ്പെടുത്തണം. കാരണം എടുത്തു പറയുന്ന കാര്യമാണ് ചോദ്യത്തിൽ. ഇപ്പോൾ വലതുഭാഗത്ത് മുകളിലായിട്ട് സ്ഥലവും തീയതിയും എഴുതണം. അത് കഴിഞ്ഞ് പ്രിയപ്പെട്ട മരിയയ്ക്ക് എന്ന് പറഞ്ഞ് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാം. എന്നിട്ട് ഇങ്ങനെയൊരു വിവരം അറിഞ്ഞ കാര്യം പറയണം. എന്നിട്ട് അവളെ അഭിനന്ദിക്കണം. എന്നിട്ട് വേണം മറ്റുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ. അവസാനം സ്നേഹപൂർവ്വം അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ എന്താകാം, നമുക്ക് പെട്ടെന്ന് തന്നെ നേരിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്നേഹപൂർവ്വം എന്നൊക്കെ കൊടുത്ത് കത്ത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് കത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്കാണ് ലഭിക്കുക. രണ്ടാമത്തെ ചോദ്യം ഗദ്യരൂപത്തിലാക്കലാണ്. അപ്പോൾ ലളിതമായിട്ടുള്ളൊരു കവിതയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ വാക്കുകൾ അതേ ക്രമത്തിൽ എടുത്തെഴുതിയിട്ട് വരികൾ അതേപോലെ എഴുതിയിട്ടല്ല ഗദ്യരൂപത്തിലാക്കേണ്ടത്. വ്യത്യസ്ത രൂപത്തിലുള്ള വാക്യ മാതൃകകളൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ഗദ്യരൂപത്തിലേക്ക് മാറ്റാൻ. സ്വന്തം ഭാഷയിലേക്ക് മാറ്റിയിട്ടൊക്കെ എഴുതണം. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ എഴുതുകയാണെങ്കിൽ 5 സ്കോറാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ, വ്യവഹാര രൂപങ്ങളുടെ ക്ലാസ്സിൽ ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടാകും. ഇംഗ്ലീഷിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നതിനെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ എന്താണ് ഉണ്ടാക്കേണ്ടത്? മാംഗോ മിൽക്ക് ഷേക്കാണ്. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിനുപയോഗിക്കേണ്ട നമ്മുടെ അടുക്കളയിലുള്ള പാത്രങ്ങളും അപ്ലയൻസസ് ഉപകരണങ്ങളുമൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്. അതിൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം? മാംഗോ ഫസ്റ്റ് ഉൾപ്പെടുത്തണം. പിന്നെയോ മിൽക്ക് വേണം, ഷുഗർ വേണം, പിന്നെ നമുക്ക് കട്ട് ചെയ്യാനുള്ള നൈഫ്, മിക്സർ അല്ലെങ്കിൽ മിക്സർ ഗ്രൈൻഡർ അല്ലെങ്കിൽ ബ്ലെൻഡർ എന്നൊക്കെ കൊടുക്കാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് പാർട്ടിൽ എഴുതേണ്ടത്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് റെസിപ്പി തയ്യാറാക്കാനാണ്. അതിൻ്റെ ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഫസ്റ്റ് മാംഗോ ക്ലീൻ ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ബ്ലെൻഡറിലേക്ക് ഇടുന്നു. അതിലേക്ക് നമ്മുടെ മിൽക്ക്, ഫ്രോസൺ മിൽക്ക് കൂടി ആഡ് ചെയ്യുന്നു. പിന്നെ ഷുഗറും ആവശ്യത്തിനൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. അത്രയേ അതിൽ എഴുതാനുള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗണിതത്തിൻ്റെ ചോദ്യമാണ്. ഗണിതത്തിലെ ഒന്നാമത്തെ ചോദ്യം, 2 ചോദ്യങ്ങളും വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. കടക്കാരൻ 300 രൂപ വിലയുള്ള 16 കുടയും 80 രൂപ വിലയുള്ള 6 മഴക്കോട്ടും വിറ്റു. അപ്പോൾ ആകെ എത്ര രൂപ കിട്ടി? അപ്പോൾ ആദ്യം നമ്മൾ കുടയുടെ ആകെ വില കണ്ടെത്തണം. 300 ഗുണിക്കണം 16 ആണ് ചെയ്യേണ്ടത്. എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? 16 ഗുണിക്കണം 3 ചെയ്തിട്ട് നമുക്ക് ഉത്തരം കിട്ടും. എത്ര കിട്ടും? 16 ഗുണിക്കണം 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 48 കിട്ടും. അതിൻ്റെ കൂടെ 2 പൂജ്യങ്ങൾ ചേർത്ത് കൊടുക്കുക. 4800 കിട്ടി. അതാണ് കുടയുടെ ആകെ. ഇനി മഴക്കോട്ടിൻ്റെത് കണ്ടെത്താൻ 60 ഗുണിക്കണം 80 ആണ്. അത് ചെയ്യേണ്ട ആവശ്യമില്ല. 6 48 ഇട്ടിട്ട് അതിൻ്റെ 2 പൂജ്യങ്ങൾ ചേർത്ത് കൊടുക്കുക. അത് 4800 കിട്ടും. 2 കൂടി ചേർത്ത് കഴിഞ്ഞാൽ 9600 കിട്ടും. അതാണ് ആകെയുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. 3 മാർക്കാണ് ആ ഒരു ചോദ്യത്തിന് ലഭിക്കുന്നത്. ഇനി എന്താണ്? റഷീദ് ഇതേ കടയിൽ നിന്ന് 2 കുടയും 2 മഴക്കോട്ടും വാങ്ങി. 2 കുട വാങ്ങാൻ 300 രൂപ വെച്ചിട്ട് 600 ആകും. 2 മഴക്കോട്ട് വാങ്ങാൻ 80 രൂപ വെച്ചിട്ട് 160 ആകും. ഓക്കെ, അപ്പോൾ ആ 2 കാര്യങ്ങളേ ഉള്ളൂ. ചേർത്ത് കഴിഞ്ഞാൽ 760 രൂപ കിട്ടും. ഇനി അടുത്ത ചോദ്യം. അമല 99 രൂപയ്ക്ക് 3 നോട്ട് ബുക്ക് വാങ്ങി. അങ്ങനെയാണെങ്കിൽ ഒരു നോട്ട് ബുക്കിൻ്റെ വില എന്ത്? ഹരിക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. 99നെ 3 കൊണ്ട് ഹരിക്കുന്നു. നമുക്ക് ഉത്തരം എത്ര കിട്ടും? 33 കിട്ടും. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ഒന്നാമത്തത്. രണ്ടാമത്തതും അത്തരത്തിൽ തന്നെയാണ്. ചോദ്യം എന്താണ്? സ്കൂൾ ഗണിതമേളയ്ക്കായി താരയും കൂട്ടുകാരും കാർഡ്ബോർഡ് ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുകയാണ്. താരയുടെ കയ്യിലെ കാർഡ്ബോർഡിൻ്റെ ചിത്രം നോക്കൂ. അപ്പോൾ കാർഡ്ബോർഡിൻ്റെ ചിത്രം അവിടെ നൽകിയിട്ടുണ്ട്. നീളവും വീതിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇതിന് ചുറ്റും ഒട്ടിക്കാൻ ആവശ്യമായ കമ്പിളി നൂലിൻ്റെ നീളം എത്രയാണ്? അത് കണ്ടെത്താൻ ഈ കാർഡ്ബോർഡിൻ്റെ ചുറ്റളവ് കണ്ടെത്തിയാൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്കറിയാം. നീളം 72 ആണ്, വീതി 60 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 72 144, അതിൻ്റെ കൂടെ 60 120 264 ഉത്തരം കിട്ടും. അത്രയും സെൻറ്റിമീറ്ററാണ് നമ്മൾ നൂല് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് 50 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള കാർഡ്ബോർഡിൽ നിന്നും മീര 20 സെൻറ്റിമീറ്റർ നീളമുള്ള സമചതുരം മുറിച്ചു മാറ്റിയ സമചതുരത്തിന് ചുറ്റും കളർ ടേപ്പ് ഒട്ടിച്ചു. എത്ര നീളത്തിലാണ് ടേപ്പ് ഒട്ടിച്ചത്? അപ്പോൾ 50 സെൻറ്റിമീറ്ററും 20 സെൻറ്റിമീറ്ററും അതിൻ്റെ നീളവും വീതിയാണ് പറഞ്ഞത്. ആദ്യം നമുക്ക് ഇതിൽ ആവശ്യമില്ല. എന്താണ്? 20 സെൻറ്റിമീറ്റർ നീളമുള്ള സമചതുരമാണ് മുറിച്ചു മാറ്റിയത്.
അതിൻ്റെ ചുറ്റും കളർ ടേപ്പ് ഒട്ടിച്ചു. അതിൻ്റെയും ചുറ്റളവാണ് കണ്ടെത്തേണ്ടത്. 20 സെൻറ്റിമീറ്റർ നീളമുള്ള സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയായിരിക്കും? 4 × 20 80 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ അത്രയും അളവിലുള്ള കളർ ടേപ്പാണ് ഒട്ടിക്കേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. അടുത്തത്, സമചതുരാകൃതിയായ കാർഡ്ബോർഡിന് ചുറ്റും ഒട്ടിക്കാൻ 100 സെൻറ്റിമീറ്റർ നീളമുള്ള നൂല് വേണം എങ്കിൽ ഈ കാർഡ്ബോർഡിൻ്റെ വശത്തിന് എത്ര സെൻറ്റിമീറ്റർ നീളമുണ്ട്? അപ്പോൾ ഈ ഒരു സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം പറഞ്ഞിട്ടില്ല. ഇതിന് ചുറ്റും നീളമുള്ള നൂലൊട്ടിക്കാൻ എത്രയാണ്? 100 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഈ സമചതുരത്തിൻ്റെ ചുറ്റളവാണ് 100 എന്ന് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ അളവ് എത്രയായിരിക്കും? 100നെ 4 ഭാഗമാക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 25 സെൻറ്റിമീറ്റർ കിട്ടും. അതാണ് അതിൻ്റെ ഉത്തരം. അത്രയ്ക്ക് സിമ്പിളാണ്. ഗണിതം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ EVS പരീക്ഷണക്കുറിപ്പാണ്. പലപ്പോഴായിട്ട് പരീക്ഷണക്കുറിപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് മോഡൽ എഴുതിയതിലൊക്കെ പരീക്ഷണക്കുറിപ്പ് പല മോഡൽ ക്വസ്റ്റ്യനിലും വന്നിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണിത്. എന്താണ്? നമ്മുടെ ബലൂണിൻ കൊണ്ടുള്ള വായുവിൻ്റെ ഭാരം തെളിയിക്കാനുള്ള പരീക്ഷണം ഉണ്ടല്ലോ. 2 ബലൂണുകൾ നമ്മൾ ഒരു കമ്പിൽ ബാലൻസ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ കമ്പിനെ തുലനം ചെയ്ത് നിർത്തുന്നു. എന്നിട്ട് ഒരു ബലൂണിന് ദ്വാരമിട്ടിട്ട് അതിലെ വായു ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ വായു ഒഴിവാക്കിയ ചുരുങ്ങിയ ബലൂൺ എന്ത് ചെയ്യും? ആ ഭാഗം ഉയർന്നു നിൽക്കും. നമ്മുടെ വായു ഉള്ള ബലൂണുള്ള ഭാഗം താഴ്ന്നു നിൽക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയായിരിക്കണം? ഘട്ടങ്ങൾ എന്തൊക്കെയായിരിക്കണം? ആദ്യം ഈ പരീക്ഷണത്തിനൊരു തലക്കെട്ട് വേണം. പിന്നെ ലക്ഷ്യം വേണം. ലക്ഷ്യം എന്താണ്? വായുവിന് ഭാരമുണ്ടോ എന്ന് തെളിയിക്കാം. ആ ഒരു ലക്ഷ്യം എഴുതുന്നു. സാമഗ്രികൾ, ബലൂണ്, കമ്പ്, ആ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് പ്രവർത്തനക്രമം ചെയ്യേണ്ട രീതിയാണ്. അത് കഴിഞ്ഞിട്ട് നിരീക്ഷണ ഫലം, എന്താണ് കണ്ടത് പരീക്ഷണം ചെയ്തപ്പോൾ, അത് എഴുതണം. അത് കഴിഞ്ഞിട്ട് നിഗമനം, നമ്മൾ അതിൽ നിന്ന് എത്തിച്ചേരുന്ന നിഗമനമാണ്. എന്താണ്? വായുവിന് ഭാരമുണ്ട് എന്നാണ്. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ പാർട്ട്, വായുവിന് ശക്തി ഉണ്ടെന്ന് തെളിയിക്കുന്ന 2 സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. അപ്പോൾ പലപ്പോഴായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴും അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്താണ്? ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പേപ്പർ പാറിപ്പോകും. അപ്പോൾ പാറിപ്പോകാനുള്ള കാരണം ആരുടെ ശക്തി കൊണ്ടാണ്? വായുവിൻ്റെ ശക്തി കൊണ്ടാണ്. നമ്മുടെ കാറ്റത്ത് മുടി പാറിപ്പോകുന്നുണ്ട്, അതെഴുതാം. ഇനി ഈ സൈക്കിൾ കാറ്റടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. കാറ്റടിക്കുമ്പോൾ ഈ സൈക്കിൾ ഉയരുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ആരാണ് ഈ സൈക്കിളിനെ ഉയർത്തുന്നത്? അത് വായുവാണ്. ഇനി അതല്ലാതെ വായുവിൻ്റെ ശക്തി ഉപയോഗപ്പെടുത്തുന്ന കാറ്റാടിപ്പാടം, പായ് കപ്പൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും വേണമെന്നില്ല. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് പാർട്ട് 2-ൽ വന്നിട്ടുള്ളത്. വലിയ ബുദ്ധിമുട്ടിക്കാത്ത അത്യാവശ്യം സിമ്പിളായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. ഓക്കെ.